ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നാണെങ്കിൽ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോഴിന്ന് കർക്കിടക വാവായിട്ട് പായസം വെക്കാനായിട്ട് ഒരുങ്ങി. അപ്പോൾ പായസത്തിന് വേണ്ടി കടലപ്പരിപ്പ് ആണ് വയ്ക്കാൻ ഒരുങ്ങുന്നത്. അപ്പോൾ കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്, ശർക്കര പാനിയാക്കാൻ ഒരുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന കടല ഒന്ന് വഴറ്റി ചെറുതായി മൂപ്പിക്കണം. അത് കഴിഞ്ഞ് കുക്കർ വെച്ച് വേവിച്ചെടുക്കണം. ഒരു 3 വിസിലൊക്കെ കേട്ടാൽ മതിയാകും. വേവിച്ചെടുത്ത കടല നല്ലോണം ഉടച്ചെടുക്കണം. എന്നിട്ട് പാത്രം ചൂടായി വരുമ്പോൾ അതിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് നന്നായി വഴറ്റിയെടുക്കണം. ആ നെയ്യുമായിട്ട് നല്ലോണം ചേരണം. നല്ലോണം വഴറ്റിയെടുക്കുന്നതിനിടയിൽ ശർക്കര പാനിയും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ശർക്കരയും കൂടെ ഇതിലോട്ട് നന്നായി ചേർന്ന് വരണം. ഇതിനിടയ്ക്ക് ഞാൻ ഏലക്ക നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് ഇടിച്ചെടുത്ത് വെച്ചേക്കുവാണ്. ഇടിച്ചെടുത്ത് തയ്യാറാക്കിയാണ്, ഇതിലോട്ടിടണം. ഇതിനിടയ്ക്ക് ചവ്വരി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മൾ ശർക്കര പാനി ഒഴിച്ച് വെച്ചേക്കണ പായസത്തിലേക്ക് അത് കഴിഞ്ഞ് ഏലക്കയും കൂടെ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഇതിനിടയ്ക്ക് ഞാൻ കിസ്മിസും കൂടെ നെയ്യിൽ മൂപ്പിച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ 1 കവർ പാല് ഞാൻ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കിയെടുത്തിട്ട് നെയ്യിൽ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന കിസ്മിസൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുത്തു. അപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നല്ല പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ. അപ്പം ഞാൻ അതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോഴപ്പോഴുള്ള പാത്രങ്ങൾ കഴുകിയില്ലെങ്കിൽ പിന്നെ അവിടെ കിടന്നോളും. പിന്നെ അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി. അപ്പോഴത്തേക്കും ഇന്നത്തെ ജോലി കഴിഞ്ഞു.